ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ അടങ്ങിയൊരു വീഡിയോ ആണ് നമ്മളുടേത്. അപ്പം വീഡിയോ ഇഷ്ടമാകണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. രാവിലെ ഇന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമല്ല, അതുകൊണ്ട് ഒരുപാട് നേരത്തെ അല്ലെങ്കിലും അത്യാവശ്യം നേരത്തെ എഴുന്നേറ്റു. ചായ പരിപാടി അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുവാണ്. പിന്നെ ചോറ് തിളപ്പിച്ച് വാർക്കാനുണ്ട്, പുതിയ ചോറ് വെക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, മീൻ വറക്കണം, സ്കൂളിൽ കൊണ്ടുപോകാൻ, അങ്ങനെയുള്ള നമ്മുടെ ഡെയിലി റൊട്ടീനിലേക്ക് നമ്മൾ കടക്കുകയാണേ. സ്കൂളുള്ള ദിവസം വിചാരിക്കും ശനിയോ ഞായറോ ഒക്കെ ഒന്ന് ആയാൽ മതി, അപ്പോൾ കുറേ നേരവും കൂടെ കിടന്നുറങ്ങാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ശനിയും ഞായറും ആകുമ്പോഴത്തേന് കരുതും സ്കൂളുള്ളത് തന്നെയാണ് നല്ലത്, ഇവർ വീട്ടിൽ ഇരുന്ന് അലമ്പ് പിടിക്കില്ലല്ലോ, സ്കൂളിൽ പൊക്കോളൂ എന്ന് വിചാരിക്കും. എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ വിച്ചൂട്ടൻ മാത്രമേ സ്കൂളിൽ പോകുന്നുള്ളൂ കേട്ടോ. ദേവൂട്ടന് കുറച്ച് വയ്യാഴിയൊക്കെ ഉള്ളതുകൊണ്ട് അവനെ കുറച്ച് ദിവസത്തേന് നമ്മൾ സ്കൂളിൽ വിടുന്നില്ല, തിങ്കളാഴ്ച തൊട്ടേ പോകുന്നുള്ളൂ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അവന്. എന്താണെന്ന് വെച്ചാൽ ടി വി ഒക്കെ കണ്ടിരിക്കാമല്ലോ എന്നുള്ള ഇതിൽ. അതുകൊണ്ട് പിന്നെ നമ്മൾ രാവിലെ ഒന്നും ടി വി വെപ്പിക്കത്തില്ല, ഒരു ടൈമൊക്കെ വെച്ചിട്ട് അങ്ങനെ ടി വിയൊക്കെ വെച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ആ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് അതൊക്കെ ഒന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. വിച്ചൂട്ടന് തന്നെ സ്കൂളിൽ പോകാനും മടിയൊന്നുമില്ല കേട്ടോ. ദേവൂട്ടൻ തന്നെയാണെങ്കിലും നമ്മൾ വിടും, വിച്ചൂട്ടനും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, പൊയ്ക്കോളും. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. ഇഡലിയും ഇന്ന് നമ്മൾ മുളകും ഉള്ളിയൊക്കെ ഇങ്ങനെ ചതച്ച് അങ്ങനെ ഒരു ചമ്മന്തിയാണ് റെഡിയാക്കുന്നത്. മുട്ട പുഴുങ്ങിയത് പൊളിക്കാൻ വേണ്ടി വെച്ചിട്ട് വന്ന കേട്ടോ. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായത് ഇങ്ങനെ തോടൊക്കെ കളയാൻ. തോടൊക്കെ പൊളിച്ചിട്ട് അതൊന്നുകൂടെ കഴുകിയൊക്കെ എടുക്കുക കേട്ടോ. അങ്ങനെ കൊച്ച് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുടിയൊക്കെ ഒന്നുകൂടെ ഒന്ന് ചീകി കെട്ടുമായിരുന്നു കേട്ടോ. അത് ലെവലിലാണോ വളർന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പം ഇപ്പം കട്ട് ചെയ്തിട്ട് കുറേ ആയല്ലോ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ്. സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാതെ എളുപ്പപ്പണിയായിരുന്നു കേട്ടോ ഇന്നത്തെ. ഇങ്ങനെ മുളക് വറുത്തെടുത്തിട്ട് ഉള്ളിയും മുളകും ഉപ്പും കൂടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരുപാട് അരയാണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ഉച്ചയാകുമ്പോഴത്തേന് പുറത്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് വേഗം പരിപാടിയൊക്കെ തീർക്കും കേട്ടോ. ഒന്ന് അടിച്ചൊക്കെ വാരുവാകം. അമ്മ അവിടെ പാത്രം എല്ലാം കഴുകിയിട്ടുണ്ട്. അപ്പം നമുക്കിനി പെരയ്ക്കാൻ ഒന്ന് അടിച്ച് വാരിയിട്ട് അടുക്കളയും കൂടെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി ഇട്ടാൽ മതി. ദേവൂട്ടൻ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. കുറേ സമയം എൻ്റെ പുറകെ നടന്ന് ടി വി വെച്ചോട്ടെ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിക്കുവാണെങ്കിൽ വെച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ ഭക്ഷണം കഴിച്ചു, ഇഡലിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് സമയത്തേന് ടി വി വെച്ച് കൊടുത്താൽ കേട്ടോ. ഞങ്ങൾ ഫോൺ കൊടുക്കാറില്ല കേട്ടോ, ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മുടെ ആരുടെ ഫോൺ അങ്ങനെ എടുക്കാറില്ല, ഫോൺ നമ്മൾ കൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ടി വി ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ അടിച്ചൊക്കെ വാരി കഴിഞ്ഞിട്ട് അടുക്കളയും എല്ലാം ഈ എന്താ പറയുന്നത് കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടേ. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല മൂഡാണെങ്കിൽ നമുക്ക് കയ്യിലും കാലിലും മുഖത്തും ഒക്കെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ തോന്നും കേട്ടോ. നമ്മളല്ലാണ്ട് ക്രീമോ കാര്യങ്ങളോ മറ്റ് മേക്കപ്പ് സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല. ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കും, അതല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പം നാരങ്ങ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ തോട് വെച്ചിട്ട് കാലൊന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചേ. അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ, കെമിക്കൽ അങ്ങനെ ഒന്നുമില്ലല്ലോ, നാച്ചുറലായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ കാല് നഖവും കാൽപാദവും ഒക്കെ അതുകൊണ്ടൊന്ന് അതിൻ്റെ നീര് കൊണ്ടൊന്ന് വൃത്തിയാക്കി. അപ്പോൾ കാലിന് തന്നെ നല്ല തണുപ്പായിട്ട് ഫ്രിഡ്ജിലിരുന്ന നാരങ്ങ ആയതുകൊണ്ട് തന്നെ കാലിന് നല്ല സുഖം ഉണ്ടായിരുന്നേ. കുറച്ച് സമയം അത് സ്ക്രബ് ചെയ്തിട്ട് അപ്പം തന്നെ കഴുകിയില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കഴുകി കളഞ്ഞിട്ട് പിന്നെ ക്യൂടെക്സ് ഒക്കെ ഇട്ടു. അപ്പോൾ ഒരു ഫ്രഷ്നെസ് എന്താ പറയുക, നമ്മൾ എപ്പോഴും ഒന്നും ഞാൻ ചെയ്യാറില്ല, വല്ലപ്പോഴും തോന്നിയാൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. ഫേസിൽ നമ്മളതുപോലെ തന്നെ എന്താ പറയുന്നത് വല്ല തുളസി നീര് ഇടുവോ അല്ലെങ്കിൽ റോസപ്പൂവിൻ്റെ വെള്ളം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.